അങ്ങനെ പ്രതീക്ഷ തകർന്ന് ഫ്രീസറിലിരിക്കുന്ന നമ്മുടെ ചിക്കനെ നീന്തി കളിക്കാൻ അങ്ങടെ വിട്ടു. കുളിപ്പിച്ച് സുന്ദരിവാവി ആക്കിയാലേ പിന്നെ പൗഡർ ഇട്ടൊഴിക്കണ്ടേ. കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ലേശുപ്പ്, നാരങ്ങനീര് നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ചങ്ങോട്ട് ചോക്കട്ടെ. പിന്നെ കുറച്ച് സബോളയിൽ ഉപ്പിട്ടിട്ടേ ശരിക്കും അങ്ങോട്ട് വറക്കുക. കരിഞ്ഞങ്ങോട്ട് പോകാനും പറ്റില്ല, എന്നാൽ മുരിഞ്ഞങ്ങോട്ട് കിട്ടും വേണം. ആ ഒരു പരിവുണ്ടല്ലോ അതിന്റെ ഇടയിലുള്ളത് അതന്നെ. ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടോ നീളത്തിലോ എങ്ങനെയാലും ഒക്കെ തക്കാളി ഇട്ട് കൊടുത്താൽ പിന്നെ നല്ലോണം വഴറ്റ അടച്ചങ്ങോട്ട് വെക്കുക. ആവിരൊരു പരിവായിക്കോളും. കുറച്ച് പൊടികളും കൂടി നേരത്തെ മസാല വരട്ടിയ ആളെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഇറങ്ങി ഓടിയിട്ടില്ലെങ്കിൽ അതിനെ പെറുക്കിട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്, മേക്കപ്പ് പോവും. ചിക്കൻ ഒരു മുക്കാ വേവാകുമ്പോഴാണ് നമ്മുടെ താരത്തിന്റെ എൻട്രി. വേഗം പറഞ്ഞേ, എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? നാളികേരപ്പാല്. അതിന്റെ രുചിയും മണമൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോണ്ടല്ലോ. പിന്നെ നേരത്തെ വറുത്ത് പൊരിച്ച സബോളി, കുറച്ച് മല്ലിച്ചപ്പോ. ഇതിന്റെ കൂടെ ചോറ്, ചപ്പാത്തി എന്ത് വേണമെങ്കിൽ കഴിക്കാട്ടോ. പക്ഷേ ഒന്നിന്റെ ആവശ്യം വരില്ല. ഉണ്ടാക്കി വെക്കുമ്പോ തന്നെ എപ്പ പ്ലേറ്റ് കാലിയും ചോദിച്ചാൽ മതി.